അപ്പോൾ ഇന്ന് നമ്മുടെ വ്ളോഗ് ഒരു മന്ത്ലി ക്ലീനിങ്ങിലെ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഏതായാലും നബിദിനം അടുത്തില്ലേ, അപ്പോൾ ഒരു പടിക്ക് രണ്ട് പക്ഷി എന്നുള്ള നിലയിൽ രണ്ടും കൂടി ഒന്നിച്ചാണ്ട് ആക്കിയതാണേ. നബിദിനം എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വീടും പരിസരമൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി റെഡിയാക്കി എടുക്കല്ലേ അല്ലേ. അപ്പോൾ ഞാൻ തന്നെ അങ്ങനെയൊക്കെ ഒന്ന് ആക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഇക്കും കൂടി ഉണ്ട് കേട്ടോ, ചെറിയ രീതിയിലൊക്കെ എന്നെ സഹായിക്കാനായിട്ട്. ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഷിബിലി ടേക്ക് വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് ദോശ ഉണ്ടാക്കി, പിന്നെ പൊട്ടറ്റോ കൊണ്ട് ഇസ്റ്റു കറിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അങ്ങനത്തെ അതുമായി പിന്നെ അത് കുക്കറിൽ നെയ്ച്ചോറിന് വെച്ചതാണ് കേട്ടോ. പിന്നെ പപ്പടം ഉണ്ടാക്കി. അപ്പോൾ ഇന്ന് കുറച്ച് ചോറും കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യം അതിന്ന് വെച്ച് പിന്നെയാണെന്നുണ്ടെങ്കിൽ ഷിബിലി മോൻക്ക് ഉള്ളതാണ്ട് കാര്യമായിട്ട് കൊണ്ടുപോകാനുള്ളതാണ് കുക്കറിൽ നെയ്ച്ചോറിൻ്റെ അരി ഇട്ടിട്ടുള്ളത്. പിന്നെ പാപ്പടം ആക്കിയിട്ട് അപ്പോൾ നമുക്ക് പിന്നെ ബാക്കിയുള്ളതൊക്കെ ഉണ്ട്, അതൊക്കെ മതിയെന്ന് വെച്ചു. പിന്നെ ഇക്ക ഉണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിലുണ്ട്, പക്ഷേ ഇക്കാക്ക് വിളി വന്നിട്ടുണ്ടെങ്കിൽ ഇക്ക പോകും കേട്ടോ. അപ്പോൾ പിന്നെ വലിയ ഉറപ്പൊന്നുമില്ല ചോറിനുണ്ടാവും എന്നുള്ളത്, കാരണം നബിദിനം അടുത്തില്ല. അപ്പോൾ ഇക്കാക്ക് ഓരോരോ സാധനങ്ങൾ കൊണ്ടുവരാനും മാല കെട്ടാനും ഒക്കെ പോകും. പിന്നെ ഭക്ഷണത്തിൻ്റെ വലിയ കണക്കായിരിക്കും കേട്ടോ. അപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെ മതിയെന്ന് വെച്ചു. വെറുംചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം ഉണ്ടാക്കട്ടെ. അപ്പോൾ പിന്നെ ടൈം പിടിക്കൂലേ. അപ്പോൾ ഇക്കാനെ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ പണീൻ്റെ കൂടെ ഫുള്ള് കിട്ടൂല കേട്ടോ. ഇക്കാക്ക് അപ്പോഴേക്കും ഓരോരോ വിളി വരും, ഇക്കാക്ക് പോകേണ്ടി വരും നബിദി. പിന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം ഉണ്ടാക്കാൻ നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കാലം ഒരു വിധമാവട്ടെ, വെയ്ക്കോസ് ഉള്ളതുകൊണ്ട് കടഞ്ഞിറങ്ങുകയും ചെയ്തു. അപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെ ആക്കിയതന്നെ. അങ്ങനെ മുറ്റം ക്ലീൻ ആക്കലൊക്കെ കഴിഞ്ഞു. അപ്പോഴേക്കും നെയ്ച്ചോറ് വിസിലടിച്ചു. നെയ്ച്ചോറ് എന്താ വെന്തപ്പോഴാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും തിന്നാനുള്ളതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒരു 5-6 ദിവസം മുന്നേ എടുത്ത് വെച്ച വ്ളോഗായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് കേട്ടോ എഡിറ്റ് ചെയ്യുന്നതും അപ്ലോഡ് ചെയ്യുന്നതൊക്കെ കാണും. എന്താണെന്ന് വെച്ചാൽ ഇതിന് മുമ്പ് ഓരോ വീഡിയോസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തതാണ്. ഇപ്പോൾ പിന്നെ എക്സാമിലെ ചോറ് കൊണ്ടുപോകേണ്ട ആവശ്യമില്ലല്ലോ. എന്നാലും നമ്മൾ ഷിബിലി മോൾക്ക് ചില ദിവസം ചോറ് വേണേനും കേട്ടോ. 2 എക്സാമുള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ അവനക്ക് വേണേനും. അങ്ങനെ ഒരു പേരിൽ ഒരു ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു കോഴിമുട്ട നല്ലോണം ഒന്ന് ചിക്കി എടുക്കുകയാണ് കേട്ടോ. അതിന് ശേഷം വേവിച്ചെടുത്ത് നെയ്ച്ചോറില്ലേ, അത് ഷിബിലി മോൾക്ക് ഫിനിമോൾക്കുള്ളത് മാത്രം അത് പാനിലേക്ക് കണ്ടിട്ട് അതാണ് റെഡിയാക്കി എടുത്തു കേട്ടോ. അപ്പോൾ നല്ലോണം ചൂടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ അടിയിൽ ഒരു പ്ലേറ്റ് വെച്ചതായിരുന്നു കേട്ടോ, അവൻ്റെ ചോറ്റുപാത്രത്തിൻ്റെ അടിയിൽ. പിന്നെ അത് പപ്പടവും ആക്കി കൊടുത്തു. അപ്പോൾ ഇന്ന് ക്ലീനിങ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഷിബിലി മോന് പറഞ്ഞതായിരുന്നു കേട്ടോ, നെയ്ച്ചോറ് വെച്ചാൽ മതിയാണ്. അപ്പോൾ ചിക്കൻ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ മുട്ട പൊട്ടിച്ച് അങ്ങനെ ചിക്കി എടുത്താലും മതി എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ കേട്ടോ ഞാൻ ഇതുണ്ടാക്കിയത്. ഇതിങ്ങനെ കുക്കറിൽ ഉണ്ടാക്കുമ്പോഴേ നല്ല സോഫ്റ്റ് ഉണ്ടായിരിക്കുമല്ലോ അല്ലേ, നെയ്ച്ചോറിൻ്റെ അരിയൊക്കെ. ഇങ്ങനെ ആയിക്കഴിഞ്ഞാലും ഇവിടെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ അതേ ഷിബിലി മോനും അപ്പോഴേക്ക് അവൻ്റെ കുളി ചായയൊക്കെ കഴിഞ്ഞതിന് ശേഷം അവന് പോവാണ് കേട്ടോ. അപ്പോഴേക്ക് നമ്മൾ ഇക്കയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മാറാലും തട്ടുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്ക് ഇക്കക്ക് വിളി വന്നിട്ടുണ്ട്. അപ്പോൾ ഏതായാലും മാറാല തട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇക്ക പോവാമെന്ന് വെച്ചതായിരുന്നു. ഇപ്പോൾ പിന്നെ നബിദിനം അടുത്തതുകൊണ്ട് പിന്നെ ഇക്കാക്ക് ഒരു ഒഴിവില്ല കേട്ടോ. പണിക്ക് പോകണം. പണി കഴിഞ്ഞ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പള്ളിക്കൊക്കെ ഓരോന്ന് സാധനങ്ങൾ കൊണ്ടുവരാനും അതുപോലെ തന്നെ മാല കെട്ടാനും ഇങ്ങനെയുള്ള ഓരോരോ പരിപാടികളാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. ഏതായാലും അൽഹംദുലില്ലാഹ് നബിദിനം അടുത്തല്ലേ. ഇനി ഏതായാലും അതിൻ്റെ തയ്യാറെടുപ്പുകളിലേക്കായില്ലേ എല്ലാവരും. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കാണുന്ന ആ സ്പോട്ടിൽ തന്നെ നിങ്ങളൊരു ലൈക്ക് കൊടുക്കണം കേട്ടോ. പിന്നെ ലൈക്ക് കൊടുക്കുമ്പോൾ തന്നെ അവിടെ ഹൈപ്പ് എന്നുള്ള ഒരു ബട്ടൺ കൂടി കാണാം, അതും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. അങ്ങനത്തെ ഇക്കാനും മാറാത്തട്ടിൽ പുറത്തെത്തി കേട്ടോ. അപ്പോൾ ഇന്ന് എവിടെ എത്തുന്നൊന്നും ഉറപ്പൊന്നുമില്ല കേട്ടോ. എനിക്ക് കഴിയുന്നത് വരെ കേട്ടോ ഇന്ന് ചെയ്യുള്ളൂ. ബാക്കി പിന്നീട് ഒരു ദിവസം ചെയ്യാമെന്ന് വെച്ചതായിരുന്നു. എല്ലാം കൂടി എന്നെ കൊണ്ട് വയ്ക്കൂലേ. പിന്നെയാണെന്നുണ്ടെങ്കിൽ ബെഡ്ഷീറ്റാളോ പുതപ്പാളോ നിസ്കാരക്കുപ്പയും എല്ലാം അലക്കാനും ഉണ്ടായിരുന്നു കേട്ടോ. ഒക്കെ ഈ വ്ളോഗിൽ തന്നെയാണ് ഉൾപ്പെടുത്താമെന്ന് വെച്ചു. അങ്ങനത്തെ ഹിക്കാനും മാറാത്തട്ടിലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫ്ലാനും കൂടി ക്ലീൻ ആക്കുകയായിരുന്നു. ഞാനാണെങ്കിൽ അതിൻ്റെ ഇടയിലൂടെ അലക്കാനുള്ളത് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ അലക്കാനും. പുതപ്പും അതുപോലെ തന്നെ ബെഡ്ഷീറ്റുകളും ഒക്കെ എടുത്തപ്പോൾ ഒരുപാട് അലക്കാനും ഉണ്ടായിരുന്നു. അതൊക്കെ ഇട്ട് പിന്നെയാണെന്നുണ്ടെങ്കിൽ അടിച്ചു വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിലൂടെ എല്ലാം നടക്കട്ടെ അല്ലേ. അപ്പോൾ ഈ വ്ളോഗിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള മാറാലൊക്കെ തട്ടി ഫുള്ള് തട്ടിക്കൊട്ടി എടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ മറ്റ് ഷെൽഫുകളൊക്കെ ക്ലീൻ ആക്കുന്നത് നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാം കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ലെങ്ത്ത് കൂടും. പിന്നെയാണെന്നുണ്ടെങ്കിൽ 2 ദിവസം വെച്ചിട്ടാണ് നമ്മുടെ ക്ലീൻ ആക്കൽ ചെയ്തിട്ടുള്ളത്. എല്ലാം കൂടി ഒരു ദിവസം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാനൊരു വൈക്കാവട്ടെ. കാലിൽ വിരിക്കോസ് ഉള്ളതാണ് കേട്ടോ പ്രശ്നം. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേശ്ശെ എടുത്ത് കഴിഞ്ഞാലൊന്നും കുഴപ്പമില്ല കേട്ടോ. പിന്നെ ആണെന്നുണ്ടെങ്കിൽ ഷിബിലി മോനുള്ളല്ലോ, അവനുണ്ടെന്നുണ്ടെങ്കിലും കുഴപ്പമില്ലായിരുന്നു കേട്ടോ. അപ്പം ഞാൻ എപ്പോഴും ചെയ്യണമെന്ന് വിചാരിക്കും, പക്ഷേ ഞാൻ വിചാരിക്കുന്ന ടൈമിലൊന്നും നടക്കൂല കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ചോറ് ഏതായാലും ഉണ്ടായിരുന്നല്ലോ, ബാക്കി പിന്നെ ഷിബിലി മോൻക്ക് ഒരു ഇത്തിരി വെച്ചാൽ പോരെയെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തുടങ്ങിയതാണ് കേട്ടോ ഇന്ന്. അങ്ങനത്തെ തട്ടിക്കൊട്ടി നമ്മുടെ കുഞ്ഞു അടുക്കളയിലെത്തിയിട്ടോ. മാസം ഇങ്ങനെ ക്ലീൻ ആക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ അങ്ങനെ കാര്യമായിട്ട് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഒരു ചെറിയ പോയികളെ ഉണ്ടാവാറുള്ളൂ. പിന്നെ ഞാൻ മാത്രമല്ല അടുക്കളയിലാണെന്നുണ്ടെങ്കിൽ വെച്ചുണ്ടാക്കാനുള്ളൂ. അപ്പോൾ എന്ത് സാധനം എടുത്ത സ്ഥലത്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതേപോലെ ഇരിക്കും ചെയ്യും. പിന്നെ ഷിബിലി മോനും ഫിനിമോളൊക്കെ എന്തെങ്കിലും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കും പിന്നെ അത് ശീലമായിട്ട് അവർ ആ കറക്റ്റ് സ്പേസിൽ തന്നെ ഞാൻ വെക്കണ സ്പേസിൽ തന്നെ കൊണ്ടുവെക്കും ചെയ്യും കേട്ടോ. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല.
നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യം തന്നെ നമ്മളെ കുട്ടികളും അത് കണ്ടിട്ടല്ലേ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ വൃത്തിയിൽ കൊണ്ടുനടക്കുന്നവ അതുപോലെ ആയിരിക്കട്ടെ നമ്മുടെ മക്കളും ചെയ്യുന്നത്. നമ്മളെ വീടും പരിസരം ഒന്നും അലങ്കോലാവാതെ കിടക്കില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെ കുട്ടികളും കണ്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അലങ്കോലായി കിടക്കില്ല. അവർക്കും തന്നെ അപ്പോൾ വീടും വൃത്തിയൊക്കെ ഇതിൽ നിന്നും തന്നെ മനസ്സിലാവും കേട്ടോ. അപ്പോൾ അവരും തന്നെ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ ശ്രദ്ധിച്ചെടുത്താൽ മതി. അങ്ങനത്തെ അടിച്ചുവാരലൊക്കെ കഴിഞ്ഞതിന് ശേഷം അലക്കാനിട്ടിരുന്നല്ലോ, അതൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് നല്ലോണം ഒരുമിയതിന് ശേഷം ഉണക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇപ്പോഴും നല്ല വെയിലുണ്ടല്ലേ. ഇത് നമ്മൾ കുറച്ച് ദിവസം എടുത്ത് വെച്ച് വീഡിയോ ആയിരുന്നില്ല. പിന്നെ അതൊക്കെ ഒന്ന് ഉണക്കാൻ ഇട്ടുകൊണ്ടത് പിന്നെ ഡോറുകളൊക്കെ ഒന്ന് തുറക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഞാൻ ഇങ്ങനെയുള്ള പണികൾ ചെയ്യാനൊക്കെ ഭയങ്കര ഉഷാറിലാണ് തുടങ്ങും കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് കാലുകൊണ്ട് വെക്കുകയില്ല കേട്ടോ. അപ്പോൾ പിന്നെ അത്രയും മതി എന്ന് വിചാരിച്ചു പിന്നെ ഞാൻ നിർത്താറാട്ടോ ചെയ്യാറ്. ഇപ്പോഴത്തെ കാലത്ത് ഞാൻ അസുഖങ്ങളില്ലാത്ത ആൾക്കാരുണ്ടാവില്ലല്ലോ. ആർക്കായാലും എന്തെങ്കിലുമൊക്കെ ഒരു വേദനകളായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു അസുഖങ്ങൾ ഉണ്ടാവില്ലേ. എല്ലാം നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് വരുന്നതാണല്ലേ. പിന്നെയാണെന്നുണ്ടെങ്കിൽ വ്യായാമത്തിൻ്റെ കുറവ്. പണ്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവനവൻ്റെ വീട്ടിലുണ്ടാക്കി കൊത്തി കളച്ചുണ്ടാക്കിയ പച്ചക്കറികളും ഒക്കെ ഉണ്ടാക്കിയിട്ടല്ലേ ഭക്ഷണമൊക്കെ കഴിച്ചിരുന്നത്. അപ്പോൾ പിന്നെ അന്നത്തെ ആൾക്കാർക്കൊന്നും അധികം അസുഖങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലേ. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഒക്കെ റെഡിമെയ്ഡല്ലേ. അങ്ങനെ ആയിരിക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ അസുഖങ്ങൾ കൂടുതലല്ലേ. എന്താ ചെയ്യുക, കാലം മാറിയില്ലേ. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഫോണിൽ എന്തെങ്കിലും ഒന്നാണ്ട് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ വീടിൻ്റെ മുറ്റത്തേക്കാണ്ട് വരൂലേ. ഇപ്പോഴത്തെ കാലം പണ്ടത്തെ കാലം തമ്മിലുള്ളൊരു വ്യത്യാസം എന്താല്ലേ. നമ്മുടെ വീട്ടിലത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതലായിട്ടൊന്നും പാർസലൊന്നും വാങ്ങി കഴിക്കാറില്ല കേട്ടോ. നമ്മൾ എന്താ വീട്ടിലുള്ളത് അത് വെച്ചുണ്ടാക്കാറാട്ടോ ചെയ്യാറ്. നമ്മൾ ഇങ്ങനെയൊക്കെ മുട്ടി തട്ടി അങ്ങനെ പോയി കിട്ടിയാൽ മതി കേട്ടോ. അങ്ങനെ ഡോർ തുടക്കലൊക്കെ അടുക്കളയിലെത്തി. അപ്പോഴേക്കും എൻ്റെ കാലാണെന്നുണ്ടെങ്കിൽ കടഞ്ഞു തുടങ്ങിയിരുന്നു കേട്ടോ. അപ്പോൾ ഏതായാലും ഇങ്ങനെ മതിയെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ പിന്നെ ഏതായാലും ഇന്നത്തെ ഇവിടം കൊണ്ടാണ് നിർത്തി വെച്ചു. അങ്ങനത്തെ സൂപ്പറാക്കി എടുത്തു കേട്ടോ. പിന്നെ തുടക്കൽ ഏകദേശം അടുക്കളയിലെത്തി തുടങ്ങിയിട്ടോ. അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് ക്ലീനിങ് നാളത്തെ വീഡിയോയിലാണ് കേട്ടോ. അങ്ങനത്തെ തുടക്കലും കുളിക്കലും അലക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള സീനാട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വ്ളോഗ്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാൻ അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.